ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിൽ ഒരു പടവലങ്ങ ഉണക്ക ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ പടവലങ്ങയുടെ പകുതിയാണ് എടുക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉണക്ക ചെമ്മീൻ എടുക്കാം. അത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലയൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 സവാള നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്, കറിവേപ്പില, കുറച്ച് സവാള അരിഞ്ഞത്, ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, കുറച്ച് വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ പടവലങ്ങ ഉണക്കച്ചെമ്മീൻ തോരൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പടവലങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പടവലങ്ങയുടെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലുണ്ടായ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പടവലങ്ങയിലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ വീണ്ടും ഇത് പടവലങ്ങയിൽ ഇട്ടൊന്നും കൂടി വേവിക്കുന്നതാണ്. മറിച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവി കൊണ്ടോ അല്ലെങ്കിൽ ചിരട്ടയുടെ പുറം ഭാഗം കൊണ്ടോ നമുക്കിതൊന്ന് ചെറുതായിട്ട് തല്ലിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തലഭാഗമൊക്കെ നമുക്ക് പെട്ടെന്ന് വേർപിടിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കാം. ഞാനതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെ തന്നെ വറുത്തെടുക്കാറുണ്ട്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടി നല്ലത്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടുമ്പോൾ സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മഞ്ഞളും ഉപ്പൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന പടവലങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇത് വേവാൻ വേണ്ടി കുറച്ച് മാത്രം വെള്ളം നമുക്ക് തളിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പകുതി വേഗമാവുമ്പം നമുക്കിത് തുറന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ പടവലങ്ങ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഉണക്കച്ചെമ്മീൻ പടവലങ്ങ തോരനായത്. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.